ഹേയ് ഗായ്സ്, നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ട്. 10,000 രൂപയ്ക്ക് താഴെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 6,500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു ഫോണാണ് പോക്കോയുടെ C71. ഈ ഒരു വീഡിയോയിലൂടെ ഇതിന്റെ കുറച്ച് കാര്യങ്ങളും ഇത് ഈ ഒരു പ്രൈസിന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഇതിന്റെ സ്പെക്കും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ കിട്ടും. ഞാൻ ഇതിന്റെ ഒരു ക്വിക്ക് റിവ്യൂ ആണ് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു സെഗ്മെന്റിലെ ഏറ്റവും വലിയ ഡിസ്പ്ലേയും പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റുമായിട്ട് വരുന്ന ഒരു ഫോണാണിത്. ഇതിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ഒരു പ്രീമിയം സ്പ്ലിറ്റ് ഗ്രിഡ് ഡിസൈൻ ആണ്. നമ്മൾ ഈ ഫോൺ നൈറ്റിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ഫോണിൽ സിനിമയൊക്കെ കാണുവാണെങ്കിൽ കണ്ണിന് വലിയ പ്രശ്നം വരാതിരിക്കാനായി TUV റെയിൻലൈൻ്റെ ട്രിപ്പിൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള TUV ലോ ബ്ലൂ ലൈറ്റ് ആണ് പ്രൊട്ടക്ഷൻ ആയിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ ഫ്ലിക്കറിംഗ് ഇഷ്യൂ ഒന്നും വരില്ല. ഇപ്പോൾ നനഞ്ഞ കൈ കൊണ്ടൊക്കെ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുവാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ടച്ച് വർക്ക് ആവും. ഈ ഒരു പ്രൈസ് റേഞ്ചിന് കിട്ടാവുന്ന നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഇനി നമുക്ക് സൗണ്ടിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നും അല്ല വരുന്നത്, ഒരു സിംഗിൾ സ്പീക്കർ ആണ്. പക്ഷേ നമ്മൾ പ്രൈസും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അത് ഓക്കെയാണ്. IP52 റേറ്റഡ് ആണ് ഈ ഒരു ഫോൺ. എന്ന് വെച്ച് ഹെവി ഡസ്റ്റിലേക്ക് ഒന്നും ഇത് കൊണ്ടുപോകരുത്. പിന്നെ ഒരുപാട് വെള്ളവും ഇതിൽ പറ്റാൻ പാടില്ല. ആൻഡ് നിങ്ങളുടെ കയ്യിൽ 3.5mm ആ ഒരു പഴയ ഓഡിയോ ജാക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് ഒരു പോർട്ടും ഇവിടെ ഉണ്ട്. 5200 mAh ബാറ്ററിയും 15 വാട്ട്സിന്റെ ചാർജിങ്ങും വരുന്നുണ്ട്. ഇതൊരു നോർമൽ ഡിസ്പ്ലേ ആയതുകൊണ്ട് ഈ ഒരു ബാറ്ററി കപ്പാസിറ്റി വെച്ചിട്ട് ഈ ഒരു ഫോൺ എങ്ങനെ പോയാലും ഒരു 1.5 ദിവസം സർവൈവ് ചെയ്യും. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 32 MB ഒരു ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഫോട്ടോഗ്രാഫിയിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റഡ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിൽറ്റേഴ്സ് ഒക്കെ വെച്ച് അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും. സെൽഫി ക്യാമറ 8 MB ആണ് വരുന്നത്. ഫോട്ടോസ് അത്യാവശ്യം നല്ലതാണ്. ഫിംഗർ പ്രിന്റ് അൺലോക്കും ഫേസ് അൺലോക്കും ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഫോണിൽ വരുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് കൊടുത്തേക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇതിൽ കുറച്ച് ബ്ലോട്ട്വെയർസും ആഡ്സും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അങ്ങനത്തെ ചില ബ്ലോട്ട്വെയർസ് ഒക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത ഇതുപോലുള്ള കുറച്ച് ആപ്പുകളുണ്ട്. ഇതിലൊരു ഒക്ടാ കോർ പ്രോസറാണ് കൊടുത്തിരിക്കുന്നത്. 3 ലാഖിന്റെ ANTUTU സ്കോറും ഉണ്ട്. ആൻഡ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോണിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 15 കിട്ടും. 2 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 4 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കിട്ടും. 2 വർഷം എന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡ് 17 വരെ കിട്ടും. നിങ്ങൾ ആ 2 വർഷമൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 128 GB എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം 64 GB ഇതൊന്നും താങ്ങത്തില്ല. ഇതുപോലുള്ള 3 കളർ വേരിയന്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കിട്ടും. എന്റെ കയ്യിലിരിക്കുന്നത് പവർ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണ്. ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തതിൽ എനിക്ക് ഇതിൽ വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ഒരു നോർമൽ ഫോണായിട്ട് നിങ്ങൾക്ക് ഇത് കൊണ്ടു നടക്കാൻ പറ്റും. അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഈ ഒരു ഫോണിലില്ല. അതിന് ഒരു കാര്യം കൂടി, ഇതൊരു 4G ഫോണാണ്. 5G സപ്പോർട്ട് ഒന്നും ഈ ഒരു ഫോണിൽ കിട്ടില്ല. നിങ്ങളുടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കോ പേരൻസിനോ അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രായമായവർക്കോ ഒക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റിയൊരു ഫോണാണിത്. ഇതിന്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു വിലയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് കാണാം. ബൈ.